ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഒരു ലോഗിൻ ഫോം ആണ് കേട്ടോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഡാറ്റാബേസ് ഇന്ററാക്ഷൻ കാര്യങ്ങളും സെർവർ സൈഡ് റിക്വസ്റ്റും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു വെബ്സൈറ്റിന്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് എന്താ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോഗിൻ ഫോം വെച്ചിട്ടല്ലേ. അപ്പോൾ HTML-ഉം JS-ഉം ജാവാസ്ക്രിപ്റ്റും CSS ഒക്കെ നിങ്ങൾ പുതിയതാണെന്നുണ്ടെങ്കിൽ ബേസിക്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ലോഗിൻ ഫോം. അപ്പൊ ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ഞാൻ HTML തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലോഗിൻ ഫോം .css എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് CSS ഫയൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിന്റെ HTML പേജിൽ റെഫർ ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പേജിൽ തന്നെ എഴുതാതെ ഒരു സ്റ്റാൻഡേർഡ് IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക, എല്ലാം കൂടെ ഒരു പേജിൽ എഴുതത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ലിങ്ക് ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ href എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ലോഗിൻ CSS പേജിലേക്കുള്ള URL സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ URL എടുത്ത് വർക്ക് ചെയ്തോളും. ഇനി നമ്മൾ നേരെ ലോഗിൻ ഫോമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് മൊത്തം കാര്യങ്ങളും ഒരു കണ്ടെയ്നർ ഡിവിഷന്റെ ഉള്ളിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ മെയിൻ 2 ഡിവിഷൻ ഉണ്ട്. ഒരു ലോഗിൻ കണ്ടെയ്നറും പിന്നെ ഒരു സൈൻ അപ്പ് കണ്ടെയ്നറും. അതിൽ ലോഗിൻ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ലോഗിൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ID ആയിട്ട് ലോഗിൻ ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ, അതായത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് login.php എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്കായിരിക്കും പോകുന്നത്. ഇനി ഒരു ലോഗിൻ ഹെഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോമിന്റെ ഉള്ളിൽ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബല്, അതായത് യൂസർ നെയിമിന്റെ ഒരു 2 ലേബൽ അല്ലേ, അതായത് ലോഗിൻ ഫോം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാം, ഒരു യൂസർ നെയിമും കാണാം, അതിന്റെ യൂസർ നെയിം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സും, അതുപോലെ തന്നെ പാസ്വേഡ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സും. അപ്പൊ യൂസർ നെയിമിന്റെ ലേബൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ യൂസർ നെയിം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഈ വാലിഡേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ പേടിക്കണ്ട, അത് നെക്സ്റ്റ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് ഇത്രയും ഓർത്താൽ മതി. നമുക്ക് ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു യൂസർ നെയിമും പാസ്വേഡും വേണം. അതില്ലാതെ ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ചില വെബ്സൈറ്റുകളിൽ കണ്ടിട്ടില്ലേ, പ്ലീസ് സെൻഡർ യൂസർ നെയിം ഓർ പ്ലീസ് സെൻഡർ പാസ്വേഡ് എന്ന്. അപ്പൊ റിക്വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിന്റെ വാലിഡേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു, അതായത് ഈ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ലോഗിന്റെ പാസ്വേഡും കൊടുക്കാനുള്ള ലേബലും ടെക്സ്റ്റ് ബോക്സും സെറ്റ് ചെയ്തു. ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ വാലിഡേഷൻ ആണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതായത് യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇതുവരെ മനസ്സിലായില്ലേ? അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് എല്ലാവർക്കും ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സൈൻ അപ്പ് ചെയ്യണ്ടേ. അപ്പോ ഈ ലോഗിൻ ഫോമിന്റെ അണ്ടറിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് ദെൻ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലോഗിൻ ഫോമിനെ ഹൈഡ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യും, സൈൻ അപ്പ് ഫോമിലേക്ക് പോകും. സൈൻ അപ്പ് ചെയ്തിട്ട് എഗെയിൻ നമുക്ക് തിരിച്ച് ലോഗിൻ പേജിലേക്ക് തിരിച്ചു വരാം. അപ്പം ലോഗിൻ ഈ പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിങ്കിലെ പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റിന്റെ, അതായത് ഞാൻ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ, ഷോ സൈൻ അപ്പ് ഫോം എന്ന്. JS എടുക്കുമ്പോൾ കാണിച്ചു തരാം. അത് ഇതിനകത്ത് തന്നെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അവിടെ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഓൺ ക്ലിക്കിൽ സൈൻ അപ്പ് ഫോം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ഫോം കഴിഞ്ഞാൽ അടുത്തത് സൈനപ്പിന്റെ കണ്ടെയ്നർ ആണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ ആയിട്ട് signup.php, അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈനപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള PHP പേജിലേക്കാണ് പോകുന്നത്. പോസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, നമ്മൾ അതിന്റെ ഹെഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ യൂസർ നെയിമിനും പാസ്വേഡിനും ലേബലും ടെക്സ്റ്റ് ബോക്സുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വാലിഡേറ്റ് സൈനപ്പ് ഫോം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്ന വാലിഡേറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യും. അതുപോലെ തന്നെ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ സൈനപ്പിൽ നിന്നും ലോഗിൻ പേജിലേക്ക് തിരിച്ചു പോകാനുള്ള ലോഗിൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഷോ ലോഗിൻ ഫോം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പൊ ഡിസൈൻ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് CSS പോർഷൻ നോക്കുവാണെങ്കിൽ ഞാൻ ആ മൊത്തം പേജിന് ഒരു ലീനിയർ ഗ്രേഡിയന്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു യെല്ലോയും ഒരു ബ്രിക്ക് റെഡ് കളറിലുള്ള ഒരു ലൈറ്റ് റോസ് കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അലൈൻമെന്റ്, ആ പേജിന്റെ ഹൈറ്റ് വിഡ്ത്ത് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തം കണ്ടെയ്നർ ഡിവിന്റെ ഡിസ്പ്ലേ ഫ്ലെക്സ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ആ പേജിന്റെ അകത്ത് ഒരു ബോക്സ് ഫോർമാറ്റിലല്ലേ ലോഗിനും സൈനപ്പും കണ്ടത്. അപ്പൊ ആ ബോക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ആ ബോക്സിന് ഒരു ഷാഡോ വരാൻ വേണ്ടിയിട്ടുള്ള അത് പിന്നെ എന്താ പറയാ ഡയമെൻഷൻസും കളറും സെറ്റ് ചെയ്തു. വേർഡ്സിന്റെ വിഡ്ത്തും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതിന്റെ ട്രാൻസിഷൻ പ്രോപ്പർട്ടി ഒപ്പാസിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, എനിക്ക് ലോഗിൻ ചെയ്ത് വരുന്ന സമയത്ത് സൈൻ അപ്പ് ഫോം കാണേണ്ട ആവശ്യമില്ല. ഇത് ഹൈഡ് ചെയ്തിട്ട് ലോഗിൻ ഫോം, അതായത് ആ ഒരു ബോക്സ്, ലോഗിന്റെ ബോക്സ് കണ്ടാൽ മതി. അപ്പൊ സൈൻ അപ്പിന്റെ ഡിസ്പ്ലേ നന്നായിട്ട് സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫോമിലേക്ക് വരുമ്പം ഫോമിന്റെ ഡിസ്പ്ലേയും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതിന്റെ ഫ്ലെക്സ് ഡയറക്ഷൻ കോളമായിട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് ലേബലിലേക്ക്, ലേബലിന്റെ മാർജിൻ ടോപ്പ്, അതായത് മാർജിനിൽ നിന്ന് 10 പിക്സൽ സ്പേസിൽ കൊടുക്കാൻ വേണ്ടി പറയുന്നു. ഇനി ടെക്സ്റ്റ് ബോക്സിന്റെ മാർജിനും ബോർഡർ റേഡിയസും ബോർഡറും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ബട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ബട്ടന്റെ മേലെ മൗസ് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഇപ്പൊ കണ്ടോ, റോസും ഒരു ബ്ലൂ ഒരു കോമ്പിനേഷൻ അല്ലേ, ഗ്രീൻ കളറിലേക്ക് മാറാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നു. എച്ച് ഓവർ എന്ന് പറഞ്ഞ CSS പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അത് എക്സിസ്റ്റിംഗ് കളർ ഗ്രീനിലേക്ക് മാറുന്നു. മൗസ് ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക് ഒറിജിനൽ കളറിലേക്ക് പോകും. പിന്നെ സൈൻ അപ്പ് ലിങ്കിന്റെ കളറും അതുപോലെ തന്നെ കർസർ, നമ്മൾ ഈ കൈയിന്റെ ഒരു സിമ്പിൾ അല്ലേ വരുന്നത്, അതും ആ മാർജിനിൽ നിന്ന് 10 പിക്സൽ ഡിസ്റ്റൻസിൽ വേണമെന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ സൈൻ അപ്പിന്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു അണ്ടർലൈൻ കാണാൻ പറ്റൂ അല്ലെ. അതായത് അത് ഒരു നോർമൽ ടെക്സ്റ്റ് ആയിരിക്കും, ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് ദെൻ സൈൻ അപ്പ് എന്ന്. ഇതിന്റെ മേലെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് നമുക്കൊരു അണ്ടർലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടർലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇത്രയുമാണ് നമ്മുടെ CSS പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് നേരെ ഇതിന്റെ JSലേക്ക് പോയാലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു JSന്റെ ഉള്ളിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ളതെന്ന്. അതായത് എന്ത് ചെയ്യണം, ഞാൻ ഈ ലോഗിൻ ഫോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ബട്ടൺ സേവ് നടക്കണം. അതായത് യൂസർ നെയിമും പാസ്വേഡും, സേവ് അല്ല, വാലിഡേഷൻ ചെയ്യണം. ഡാറ്റാബേസിൽ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്യണം. ഓർ സൈൻ അപ്പ് ചെയ്യുന്നെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊണ്ടുപോയിട്ട് ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ലോഗിൻ ഫോമിന്റെ ഉള്ളിലാണ്, JSന്റെ അകത്താണ്. അപ്പൊ ഇനിഷ്യലി ഞാൻ ചെയ്തിരിക്കുന്നത് സൈൻ അപ്പ് കണ്ടെയ്നറിനെ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ് ഡോട്ട് ലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ലോഡ് ചെയ്ത് വരുമ്പം സൈൻ അപ്പ് കണ്ടെയ്നറിന് ഫോം ID ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ അപ്പ് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടൊരു IDയിൽ സൈൻ അപ്പ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതിന് ID ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലോഗിൻ ഫോം, ആ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ലോഗിൻ കണ്ടെയ്നർ എന്ന് പറയുന്നത് ലോഗിൻ ഡിവിഷന്റെ ID ആണ്. അത് ഹൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എന്റെ ലോഗിൻ ഫോം, സൈൻ അപ്പ് ഫോം കാണിക്കണം. അത് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ. അതുപോലെ തന്നെ ലോഗിൻ ഫോമിന്റെ സൈൻ അപ്പ് ഫോമിൽ നിന്നിട്ട് ലോഗിന്റെ പാരഗ്രാഫ് ലിങ്ക് ആണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൈൻ അപ്പ് കണ്ടെയ്നറിനെ ഹൈഡ് ചെയ്തിട്ട് ലോഗിൻ ഫോം കാണിക്കണം. ഇത് രണ്ടെണ്ണം ഈ ഷോയും ഹൈഡും എന്ന് പറയുന്നത് ജാവാ സ്ക്രിപ്റ്റിന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. അതിനകത്ത് നമുക്ക് ഏതാണോ ഷോയും ഹൈഡും ചെയ്യേണ്ടത് അതിന്റെ ID സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക. ഞാൻ ഓരോ കമന്റിനും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അതല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.